ഡൽഹി ബി.ജെ.പി. യൂണിറ്റിന്റെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ ദേശീയ തലത്തിൽ മതവിഭാഗീയതയ്ക്കാണ് വഴിവെട്ടിയിരിക്കുന്നത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പരിഹരിക്കുന്നതിനായുള്ള SIR അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന ഔദ്യോഗിക നടപടിയെ മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ടുള്ള ഒരു വിദ്വേഷ പ്രചാരണത്തിനായി ബി.ജെ.പി. ഡൽഹി യൂണിറ്റ് ഉപയോഗിക്കുന്നു എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയ ഉടൻ തന്നെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലും ആരംഭിക്കാനിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ബി.ജെ.പി. ഡൽഹി ഘടകം SIR-നെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനായി നിരവധി വീഡിയോകളും ഗ്രാഫിക് പോസ്റ്റുകളും ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി പങ്കുവച്ചത്. എന്നാൽ ഇതിൽ പലതിനും ഇസ്ലാമോഫോബിക് സ്വഭാവമുണ്ടെന്നും ഭയം ജനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നുമാണ് ഉയരുന്ന വിമർശനം. ഈ പോസ്റ്റുകളിലെല്ലാം ആവർത്തിച്ചുപയോഗിക്കുന്ന ഒരു വാക്കാണ് നുഴഞ്ഞുകയറ്റക്കാർ എന്നത്. SIR പൂർത്തിയാകുന്നതോടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി രാജ്യത്തിന് പുറത്താക്കുമെന്നാണ് പ്രധാന വാഗ്ദാനം. വസീർപൂരിലെ അനധികൃത കോളനികളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ ഭൂമി കയ്യേറുന്നതെന്നും പാർട്ടി പോസ്റ്റുകളിലൂടെ പറയുന്നു. പൊതുവെ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റക്കാരെ സൂചിപ്പിക്കാൻ ബി.ജെ.പി. ഉപയോഗിക്കുന്ന ഈ പദം രാഷ്ട്രീയ പ്രസംഗങ്ങളിലും റാലികളിലും പലപ്പോഴും ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യയെ മൊത്തത്തിൽ ലക്ഷ്യമിടുന്നതിനുള്ള സൂചനയായി മാറുന്നു എന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഈ പ്രചാരണങ്ങളുടെ കാതൽ ഭയം സൃഷ്ടിക്കുക എന്നതാണെന്ന് വ്യക്തമാക്കുന്നതാണ് പോസ്റ്റുകളുടെ ഉള്ളടക്കം. ഒരു പോസ്റ്റിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയെ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ രേഖ ഗുപ്തയ്ക്ക് അന്യഗ്രഹജീവികളോ രാക്ഷസന്മാരോ ആണോ എന്ന ചോദ്യം ഉയർത്തുന്നു. നമ്മുടെ തൊഴിലവസരങ്ങളും മറ്റവകാശങ്ങളും തട്ടിയെടുക്കാൻ പോകുന്ന ഈ രാക്ഷസന്മാരിൽ നിന്ന് SIR പ്രക്രിയ പൊതുജനങ്ങളെ രക്ഷിക്കുമെന്ന ഭീതിയാണ് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. കൂടുതൽ വിവാദപരമായ ഉള്ളടക്കങ്ങൾ പാർട്ടിയുടെ ഇൻസ്റ്റഗ്രാം പേജിലെ റീലുകളിലാണ് കാണാൻ സാധിക്കുന്നത്. ഈ റീലുകളിൽ നുഴഞ്ഞുകയറ്റക്കാരെ മൃഗങ്ങളോടും കൊതുകുകളോടും ഉപമിച്ചിരിക്കുന്നു. ഒരു റീലിൽ വിളവെടുപ്പ് യന്ത്രം വയലിലൂടെ പോകുമ്പോൾ വിളകൾക്കിടയിൽ ഒളിച്ചിരുന്ന പന്നികളെ പോലുള്ള മൃഗങ്ങൾ ഭയന്ന് ഓടിപ്പോകുന്ന രംഗമുണ്ട്. ഇതിലൂടെ നുഴഞ്ഞുകയറ്റക്കാരെ പന്നികളോട് ഉപമിക്കുകയും SIR-നെ ഒരു വിളവെടുപ്പ് പ്രക്രിയയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. മറ്റൊരു റീലിൽ SIR എന്നെഴുതിയ പുക ഉയരുമ്പോൾ ഒരു മുസ്ലിം കുടുംബം ഭയന്ന് വീടുപേക്ഷിച്ച് ഓടുന്ന രംഗമാണ് കാണിക്കുന്നത്. നുഴഞ്ഞുകയറ്റക്കാർ കൊതുകുകളെ പോലെയാണ് എന്നും SIR ഒരു കൊതുക് നാശിനി പോലെ അവരെ തുരത്തുമെന്നുമാണ് ഇവിടെ പറയാതെ പറയുന്നത്. ഇതിനു പുറമെ നുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ കോളേജ് സീറ്റുകൾ, തൊഴിലവസരങ്ങൾ, ഒരു രാജ്യത്തെ പൗരന്മാർക്ക് ലഭിക്കുന്ന മറ്റ് അവകാശങ്ങൾ എന്നിവയെല്ലാം തട്ടിയെടുക്കുമെന്നും SIR അതിൽ നിന്ന് നമ്മെ രക്ഷിക്കുമെന്നും ആളുകൾ പരസ്പരം സംസാരിക്കുന്ന രീതിയിലുള്ള വീഡിയോകളും എക്സ് പ്ലാറ്റ്ഫോമിൽ ഡൽഹി ബി.ജെ.പി. പങ്കുവച്ചിട്ടുണ്ട്. ഈ പോസ്റ്റുകളിലൂടെയെല്ലാം മുസ്ലിം സമുദായത്തെ ഭീകരവൽക്കരിക്കാനും പൊതുസമൂഹത്തിൽ ഭയം സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഈ പ്രചാരണങ്ങളെല്ലാം പ്രതിപക്ഷ നേതാക്കൾ നുഴഞ്ഞുകയറ്റക്കാരെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന് സ്ഥാപിക്കാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ ഭീതിയുടെയും അതിശയോക്തിയുടെയും പ്രചാരണങ്ങൾക്കപ്പുറം യഥാർത്ഥത്തിൽ SIR പ്രക്രിയയുടെ ഫലങ്ങൾ എന്താണെന്ന് പരിശോധിക്കുമ്പോൾ ബി.ജെ.പിയുടെ വാദങ്ങൾ വസ്തുതാപരമായി ദുർബലമാണെന്ന് കാണാൻ സാധിക്കും. അടുത്തിടെ ബീഹാറിൽ പൂർത്തിയാക്കിയ SIR പ്രക്രിയയുടെ കണക്കുകൾ ദി വയർ വിശകലനം ചെയ്തപ്പോൾ ഈ പ്രക്രിയയിലൂടെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വിദേശ പൗരന്മാരുടെ എണ്ണം ആകെ വോട്ടർമാരുടെ കേവലം 0.012% മാത്രമായിരുന്നു. അതായത് ബി.ജെ.പി. പ്രചരിപ്പിക്കുന്നത് പോലെ ലക്ഷക്കണക്കിന് നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാനുള്ള ഒരു വിപുലമായ പ്രചാരണമായി ഈ പ്രക്രിയ മാറുന്നില്ല എന്ന യാഥാർത്ഥ്യം കണക്കുകൾ വ്യക്തമാക്കുന്നു. കൂടാതെ ഈ പ്രക്രിയ സൃഷ്ടിക്കുന്ന മനുഷ്യപരമായ പ്രശ്നങ്ങളും ചെറുതല്ല. SIR ജോലിയുടെ കടുത്ത സമ്മർദ്ദം കാരണം ബ്ലോക്ക് ലെവൽ ഓഫീസർമാർ അഥവാ BLOമാർ ആത്മഹത്യ ചെയ്തതായുള്ള വാർത്തകളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പുറത്തു വന്നു. തങ്ങളുടെ ജീവനക്കാർ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു എന്ന് ഇവരുടെ കുടുംബാംഗങ്ങൾ ആരോപിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു ഭരണപരമായ പ്രക്രിയ എന്നതിൽ ഉപരി SIR-നെ രാഷ്ട്രീയപരമായ മുതലെടുപ്പിനും ഒരു പ്രത്യേക സമുദായത്തിനെതിരെ ഭീതിയും വിദ്വേഷവും പ്രചരിപ്പിക്കാനുള്ള ഒരു പ്രചാരണ ആയുധവുമായി ഉപയോഗിക്കുകയാണ് ഡൽഹി ബി.ജെ.പി. യൂണിറ്റ് ചെയ്യുന്നത്. SIR-മായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ഭരണപരവും മനുഷ്യത്വപരവുമായ പ്രശ്നങ്ങളെ അവഗണിച്ച് നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാനുള്ള ഒരു ക്യാമ്പയിൻ എന്ന നിലയിൽ മാത്രമാണ് പാർട്ടി ഇതിനെ അവതരിപ്പിക്കുന്നത്.